ഇത്രയധികം ഉയരത്തിലുള്ള ഈ മതിൽ എങ്ങനെ ചാടി എന്ന നമ്മുടെയൊക്കെ സ്വാഭാവികമായ സംശയമാണ് ഫെലിക്സ്. അത് മാത്രമല്ല, ഈ ഒരു കൈ മാത്രമുള്ള ഒരാൾ എങ്ങനെ ഈ മതിൽ ചാടി കടക്കുമെന്നൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പക്ഷേ ഇതിനൊന്നും ജയിൽ അധികൃതർക്ക് ഇപ്പോൾ ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇങ്ങനെ അതായത് അതീവ സുരക്ഷാ സെല്ലുകളാണ് 10ാം നമ്പർ ബ്ലോക്കിലുള്ളത്. അപ്പോൾ അതീവ സുരക്ഷാ സെല്ലുകളുള്ള 10ാം നമ്പർ ബ്ലോക്കിൽ നിന്നും ഗോവിന്ദസ്വാമി എങ്ങനെ പുറത്തേക്ക് എത്തി? തീർച്ചയായിട്ടും ഫെലിക്സിലേക്ക് ഞാൻ വരാം. CK വിജയൻ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിജയൻ പറയൂ, ഏറ്റവും പുതിയതായി നമുക്ക് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ടോ? കുറെ കൂടി ജയിലിനകത്തു നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് മോത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുലർച്ചെ 1:10 ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയിരിക്കുന്നത് എന്ന് ഔദ്യോഗികമായി പോലീസ് രേഖകളിലൂടെ സ്ഥിരീകരിക്കുന്നു. CCTVയിലൂടെ മറ്റ് തെളിവുകളിലൂടെ എല്ലാം തന്നെ സ്ഥിരീകരിക്കുന്നു. ഇനി 10ാം ബ്ലോക്കിൽ നിന്ന് ഈ ജയിലിലെ സെല്ലിൽ നിന്ന് ആദ്യം എങ്ങനെയാണ് പുറത്ത് ചാടിയത് എന്നുള്ളതാണ്. അത് ഈ 10ാം ബ്ലോക്കിന്റെ ജയിലിനടികളുടെ കമ്പി അരം ഉപയോഗിച്ച് രാഗി മുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അതിനർത്ഥം ഇത്തരത്തിലുള്ള ഒരു ആസൂത്രണം പ്ലാൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നർത്ഥം. കാരണം സ്വാഭാവികമായും ഒരു അരം ഉപയോഗിച്ച് വളരെ പെട്ടെന്നൊന്നും തന്നെ പ്രത്യേകിച്ച് ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ഈ കമ്പി മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. അതൊരു കാസ്റ്റ് അയൺ കമ്പിയാണ്. ആ കമ്പിയാണ് മുറിച്ചെടുക്കുന്നത്. അത് അരം ഉപയോഗിച്ച് രാഗി മുറിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും അത് ആളൊഴിഞ്ഞ സമയത്ത് രാത്രികളിലോ മറ്റോ മാത്രമേ ചെയ്യാനാവൂ. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതി നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ വലിയ കമ്പി രാഗി അത് ഒടിച്ചോ വളച്ചോ പുറത്തിറങ്ങാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഈ കയ്യിൽ ഈ ആയുധം പലപ്പോഴായി കരുതിയിട്ടുണ്ടാവണം. ഈ അരം ഉപയോഗിച്ച് പലപ്പോഴായി ഇത് രാഗി വച്ചിട്ടുണ്ടാവണം. അതാണ് ആദ്യത്തെ തെളിവ്. തീർച്ചയായിട്ടും അത് വളരെ ഗുരുതരമായ പിഴവാണ്. ഈ അരം പോലെ ഒരു ഉപകരണം ഗോവിന്ദസ്വാമിയുടെ കയ്യിൽ വന്ന് പെട്ടതെങ്ങനെ? ഇത് ആര് നൽകി? വലിയ ഒച്ചയുണ്ടാവും ഇത് രാകുന്ന സമയത്ത്. അങ്ങനെയെങ്കിൽ ഇതൊരാളും കാണാതെയോ കേൾക്കാതെയോ ഇരിക്കില്ല. അതൊക്കെ വലിയ രീതിയിലുള്ള ഇരിക്കില്ല. അതിനുശേഷം മോദി ഈ 10ാം ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മതിൽ ചാടിയാൽ പുറത്തെത്തില്ല. കാരണം 10ാം ബ്ലോക്കിനകത്ത് തന്നെ അത്രയും വലിയ മതിലുണ്ട്. ആ മതിൽ കഴിഞ്ഞ് വേണം ഇതിന്റെ ജനറൽ ബ്ലോക്കിലേക്ക് എത്താൻ. ആ ജനറൽ ബ്ലോക്കിന്റെ മതിലും അതിനുള്ള ഫെൻസിങ്ങും ഉണ്ട്. ആ ഫെൻസിംഗ് കൂടെ കടക്കണം. ആ ജയിലിന്റെ അകത്തെ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇരുഭാഗത്തേക്കും സ്വാഭാവികമായി ഒരാൾക്ക് കയറി മറിയാൻ കഴിയുന്നതല്ല. എത്രയോ തവണ ഞങ്ങൾ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത കാര്യമാണ്. അങ്ങനെയുള്ള അവിടെ ഈ ഇദ്ദേഹത്തിന് കിട്ടിയ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഒരു കയറിന്റെ രൂപത്തിലാക്കി കൂട്ടിക്കെട്ടാൻ ആലോചിച്ച് നോക്കണം. ഇയാൾക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും കൂട്ടിക്കെട്ടണമെങ്കിൽ തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഉണ്ടാകാം, ചവിട്ടി പിടിച്ചു മറ്റേ കൂട്ടിക്കെട്ടിയിട്ടുണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. ആ കൂട്ടിക്കെട്ടിയത് ഉപയോഗിച്ച് ആദ്യത്തെ മതിൽ ചാടുന്നു. ആദ്യത്തെ മതിൽ ചാടി പുറത്തേക്കുള്ള മതിലിന്റെ ഫെൻസിങ്ങിലേക്ക് ഇത് കുരുക്കുന്നു. ഇങ്ങനെ കുരുക്കി ഈ മതിലുകളുടെ ഫെൻസിങ്ങിന്റെ ഇടയിലേക്കുള്ള കമ്പികളിൽ കുരുക്കിയിട്ട് അത് പിടിച്ചാണ് കയറിയിരിക്കുന്നത് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ഇപ്പോൾ കിട്ടും. മിക്കവാറും അതിന്റെ വിവരങ്ങൾ കുറച്ചുകൂടി വരും. അങ്ങനെ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. അതായത് നമുക്ക് ഈ നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതൊക്കെയും CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് സംഭവിച്ച ശേഷം നോക്കാനുള്ളതാണോ ഈ CCTV ദൃശ്യങ്ങൾ? സുരക്ഷയ്ക്ക് വേണ്ടി അതവിടെ ക്രമീകരിച്ചിരിക്കുന്നതാണ്. നിരന്തരം അത് പരിശോധിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവിടെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലേ ജയിലിൽ? കണ്ണൂർ സെൻട്രൽ ഇനി ഇത് അത്രയൊന്നും ആലോചിക്കേണ്ട. ഇങ്ങനെയെങ്കിൽ പുറത്തുനിന്നൊരു സഹായം കിട്ടാൻ മാത്രം ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തുന്നു? ഇങ്ങനെ ഒരു പ്ലാൻ നടത്തിയാൽ പുറത്ത് കടക്കാൻ കഴിയുന്ന ഒരു തോന്നൽ അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടാകുന്നു? ഇതെല്ലാം തന്നെ അയാൾക്ക് നിരന്തരമായി ഏതോ ഒരു സംഘവുമായി ആശയവിനിമയം നടക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യം ജയിലിനകത്ത് നടക്കുന്നു എന്നതാണ് അതിനേക്കാളെല്ലാം തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അങ്ങനെ ഇയാൾ പുറത്തു കടക്കുന്നു. അതിനുശേഷം ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ നിന്നും പോകുന്നു. അവിടെയും പുറത്ത് സഹായം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്. അപ്പോൾ ഇത്തരത്തിലൊരു ആശയവിനിമയം നേരത്തെ തന്നെയുണ്ട്, ഒരു പദ്ധതി നേരത്തെ തന്നെയുണ്ട്, ഒരു ഗൂഢാലോചന നേരത്തെ തന്നെയുണ്ട്. അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. പൊതുസമൂഹം അങ്ങേയറ്റത്തെ വികാരത്തോടുകൂടി, ശത്രുതയോടുകൂടി, വെറുപ്പോടുകൂടി, അവജ്ഞയോടുകൂടി കാണുന്ന ഒരു ജയിലിലെ പ്രതിയാണ് ഈ ഗോവിന്ദസ്വാമി. ആ ഗോവിന്ദസ്വാമിയെ അതേ ഗൗരവത്തിൽ അവിടെ സംരക്ഷിക്കേണ്ടത്, സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഈ ജയിൽ വിഭാഗം. അവിടെ വെച്ചാണ് ഈ പറഞ്ഞ പൊതുസമൂഹത്തിന് നിലവിൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. ഇതെന്ത് സുരക്ഷയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകേണ്ടത്? ആഭ്യന്തര സംവിധാനം ഇത്രയേറെ പരാജയമാണോ? അങ്ങനെ ഒരു ക്രൂരനായ പൈശാചികമായ പ്രവൃത്തി ചെയ്ത ഒരു പ്രതിയെ സൂക്ഷിക്കാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംവിധാനം ഇല്ല എങ്കിൽ പിന്നെ എന്ത് സുരക്ഷയിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോവുക എന്നൊരു വലിയ ചോദ്യമാണ് സമൂഹത്തിന് മുന്നിൽ അവശേഷിക്കുന്നത്.
ഏതെങ്കിലും ഒരു കലക്ട്രേറ്റ് മാർച്ച് നടത്തുകയോ ഒരു സമരം നടത്തുകയോ ചെയ്ത കേസിലെ പ്രതികളല്ല ഇവർ. അവർക്ക് പോലും അവർ പോലും അങ്ങേയറ്റത്തെ റെസ്പെക്ടോടുകൂടിയും ജയിൽ സംവിധാനങ്ങളോടുള്ള മാന്യതയോടും കൂടി പെരുമാറുന്ന ഒരു സ്ഥലമാണ് ഇത് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ചരിത്രം നോക്കിയാൽ എത്രയോ തടവുകാർ താമസിച്ച സ്ഥലമാണ്. എത്രയോ തടവുകാർക്ക് തൂക്കുകയർ ഉൾപ്പെടെ വധശിക്ഷ അടക്കം വിധിച്ച ജയിലാണ്. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള കേരളത്തിലെ ജയിലുകൾ, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ജയിലുകളിൽ ഒന്നാണ്. അവിടെ സുരക്ഷയ്ക്ക് പൊതുവിൽ വലിയ രീതിയിലുള്ള ഭംഗം വരുന്നു, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ആയുധങ്ങൾ കണ്ടെത്തുന്നു, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരന്തരം അവിടെ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഈ മൊബൈൽ ഫോൺ പിടിക്കുമ്പോഴും ഇത് ആരും സി കെ വിജയൻ, ഗോവിന്ദചാമി ജയിൽ ചാടുമ്പോൾ ഏറ്റവും പുതിയ ഒരു ഫോട്ടോ പുറത്തുവിടുന്നുണ്ട് ജയിൽ അധികൃതർ. അതാണ് സ്ക്രീനിൽ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടേണ്ട നമ്പറും ഒപ്പം കൊടുക്കുന്നു. 9446899506. ഈ നമ്പറിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാവുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഈ നമ്പറിലോ വിളിച്ച് വിവരങ്ങൾ അറിയിക്കേണ്ടതാണ്. ഏറ്റവും പുതിയ ചിത്രവും ഒപ്പം നൽകിയിട്ടുണ്ട്. തിരിച്ചറിയാൻ അത് സഹായകമാകും.